പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ അള്ളാച്ചിക്കൊമ്പൻ വീണ്ടും എത്തി. കട്ടാനോട് ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. അതിനുശേഷം നമുക്ക് ശ്രീകുമാറിലേക്ക് എത്താം. ശ്രീത്ത്, നേരത്തെ കഞ്ചിക്കോട് മേഖലയിൽ ഒരു 1.5 മാസം മുമ്പാണെന്ന് തോന്നുന്നു അള്ളാച്ചി ഇറങ്ങി തിരിച്ചു പോയതാണ്. വീണ്ടും ഇറങ്ങുകയാണോ? അതെ, നമ്മൾ ആ ദൃശ്യങ്ങൾ അന്ന് ഏറ്റവും ആദ്യം എക്സ്ക്ലൂസീവായി നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവാണ് ആ ദൃശ്യങ്ങൾ അന്ന് പകർത്തിയത്. രാജീവ് തന്നെയാണ് വീണ്ടും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി പകർത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ അത് ജനവാസ മേഖലയിലായിരുന്നു. ഹാഷ്മി, അള്ളാച്ചിക്കൊമ്പൻ ജനവാസ മേഖലയിൽ മാത്രമല്ല, ഈ ജനവാസ മേഖല എന്നാൽ കഞ്ചിക്കോട് വ്യവസായ പാർക്കൊക്കെ അടുത്ത പ്രദേശമാണ്. ദേശീയപാതയുടെ 50 മീറ്റർ ദൂരെ വരെ ആന എത്തിയെന്ന സുപ്രധാനമായ വിവരമാണ് ലഭിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചയോടുകൂടി പ്രദേശത്തെത്തി രാത്രി മുഴുവൻ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു സ്വകാര്യ വ്യക്തിയുടെ കുറ്റിക്കാടുകൾ പിടിച്ച ഒരു വനം പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും നാട്ടുകാർ വീണ്ടും ഒച്ച വെച്ചു, പടക്കം പൊട്ടിച്ചു. കാട്ടാന വീണ്ടും ജനവാസ മേഖലയുടെ സമീപത്തുകൂടി ചുള്ളിമട സ്കൂളിന് അടുത്തേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോഴും കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂൾ പ്രവൃത്തി ദിനമല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം, അവിടെ കുട്ടികളുണ്ടാകുമെന്ന ഒരു ഭയമില്ല. പക്ഷേ സ്കൂളിന് നേർക്കടക്കം ഈ കാട്ടാന പാഞ്ഞെടുക്കുമെന്ന ഒരു ആശങ്കയുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടില്ല. 4 മണിക്ക് ശേഷം വേണമെങ്കിൽ തങ്ങൾ വന്ന് കയറ്റി വിടാമെന്നാണ് അത്രേ അവർ പറയുന്നത്. എന്തായാലും ജനങ്ങൾ ആശങ്കയിലാണ്. അടിയന്തരമായി ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ കൊമ്പനെ കാട് കയറ്റണമെന്ന ആവശ്യമാണ് കഞ്ചിക്കോട്ടെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അള്ളാച്ചി ചെറിയ അസ്വസ്ഥനാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജനത്തോട് അടുപ്പം കാണിക്കുന്നത്, നേരത്തെ ഇടയ്ക്കൊരു കാലത്ത് പടയപ്പാക്ക് അടുപ്പം കാണിച്ചിരുന്നത് പോലെ അടുപ്പം കാണിക്കുന്ന ഒരു കട്ടാനയല്ല. അസ്വസ്ഥനാണ് അള്ളാച്ചി, മേഖലയിലെ ജനമാശങ്കയിലുമാണ്.